നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം. 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 91. പ്രിയ വിഷയം പ്രതി ചെയ്തിടും പ്രയത്നം നിയതവുമങ്ങനെ തന്നെ നിൽക്കയാലേ പ്രിയമജമവ്യയം അപ്രമേയം ഏകാദ്വയം ഇതു താൻ സുഖമാർന്നു നിന്നിടുന്നു. ജീവിതം എപ്പോഴും നിരന്തരമായ പ്രയത്നത്തെ സുഖാന്വേഷണത്തിനായും സുഖാനുഭവത്തിനായും ദുഃഖനിവാരണത്തിനായും നിയോഗിച്ചുകൊണ്ട് തന്നെയിരിക്കുന്നു. വസ്തുക്കളിൽ, ആളുകളിൽ, സന്ദർഭങ്ങളിൽ, വ്യാപാരങ്ങളിൽ എന്നല്ല, എവിടെ സുഖസാധ്യത കാണുന്നുവോ അവിടേക്കെല്ലാം മനസ്സ് ആകൃഷ്ടമാകും. പിന്നെ സാധ്യതയെ സിദ്ധിയായി മാറ്റുവാനുള്ള പരിശ്രമമായി അത് കർമ്മമായി ഭവിക്കുന്നു. കർമ്മം എന്നു പറഞ്ഞാൽ ഒരു ലക്ഷ്യപ്രാപ്തിക്കായി ശാരീരികവും മാനസികവുമായി നടത്തുന്ന ശക്തിചാലനമാണ്. കർമ്മത്തിൻ്റെ ഉറവിടം ഇച്ഛയാണ്. കർമ്മത്തിൻ്റെ പാത വിശേഷവിധിയായി ഗ്രഹിച്ചിരിക്കുന്ന പലമാതിരി അറിവുകൾ ചേർത്തുവെച്ച് ഓരോരുത്തരും തനിയെ ഉണ്ടാക്കുന്ന കുശലതയാണ്. പ്രയത്നം കൊണ്ട് സുഖാന്വേഷി തൻ്റെ സ്വാധീന വലയത്തെ ആവുന്നത്ര വിപുലമാക്കുന്നു. എല്ലാ സാധ്യതകളെയും തനിക്ക് അനുകൂലമായ പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കുന്നു. അതിനുള്ള തിടുക്കത്തിൽ തൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കൂടുന്നില്ല. അങ്ങനെ കർമ്മം വികർമ്മമായെന്നും വരാം. തെറ്റായ വിലയിരുത്തൽ കൊണ്ട് ഉണ്ടാകാവുന്ന സ്ഫോടകമായ പ്രതികരണങ്ങളെ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ കർമ്മം യുക്തമായ ഫലത്തെ പ്രദാനം ചെയ്യും. വ്യക്തിഗതമായ സുഖാന്വേഷണങ്ങളും അവയുടെ പ്രാപ്തിയും പ്രായേണ നൈമിഷികമാണെന്ന് വന്നാലും അന്വേഷണത്തിൻ്റെ സാർവത്രികതയും അതിനായി ഏവരിലും വളർന്നുകൊണ്ടിരിക്കുന്ന ത്വരയും ഒരു അലിഖിത നിയമം പോലെ എല്ലാവരെയും ഭരിക്കുന്നുണ്ട്. ആ നിയമത്തെയാണ് ഗുരു ഇവിടെ നിയതമായി നിൽക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ ഓരോ അനുഭവത്തിലും ബോധ്യപ്പെടുന്നതായ ഉണ്മ ആത്മാവിൻ്റെ തന്നെ സദ്രൂപതയാണെന്ന് പറയുകയുണ്ടായി. ഈ ശ്ലോകത്തിലാകട്ടെ എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്ന ആനന്ദഘനത്തെ തൊട്ടു കാണിക്കുന്നു. സദ്ഭാവത്തെയും ആനന്ദരൂപത്തെയും ഇണക്കി നിർത്തുന്നതും രണ്ടിനെയും അനുഭവവിദിതമാക്കുന്നതും അറിവാണ്. ഈ അറിവ് നാം അറിയുന്നതിന് മുൻപ് തന്നെ നമ്മെ ആനന്ദത്തിലേക്ക് നയിക്കുന്നു. അതാണ് നാം അനുഭവിക്കുന്ന ആകർഷണം. ആത്മാവിലെ ചിദ്വിലാസം അതിൻ്റെ സന്മാത്രമായ ആനന്ദത്തെ അവധിയില്ലാതെ തേടുകയും അറിയുകയും ചെയ്യുന്നതാകയാൽ ഒരു ജീവിയിലും ആകർഷണത്തിന് അറുതിയുണ്ടാകുന്നില്ല. ആകർഷണത്തിൻ്റെ അറുതിയാണ് അരതി. അരതി വന്നാൽ മരണമായി. മരണം ആരും ഇഷ്ടപ്പെടുന്നില്ല. അഥവാ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് ശാരീരികമായ ദുഃഖത്തിൻ്റെയും മാനഹാനിയുടെയും നിരാശയുടെയും വേദന സഹിക്കാനാവാതെ വരുമ്പോൾ മാത്രമാണ്. സുഖാന്വേഷണം പോലെ തന്നെ പ്രധാനമാണ് ദുഃഖനിവാരണം. ഭഗവത്ഗീതയിൽ ഫലപര്യന്തം പ്രയത്നിക്കാത്തവൻ്റെ ഗതി എന്തെന്ന് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു. ഒരിക്കൽ ചെയ്യുന്ന പ്രയത്നം പിന്നീട് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ലെന്ന് ഉത്തരം. ഭഗവത്ഗീതയിൽ
6-ാം അധ്യായം 37, 38, 39, 40 എന്നീ ശ്ലോകങ്ങൾ. നിയതമായിരിക്കുന്ന കർമ്മങ്ങളെ പ്യോർ ആക്ഷൻ എന്ന പേരിൽ അരിസ്റ്റോട്ടിലും കാന്റും സ്വീകരിച്ചിട്ടുണ്ട്. പ്രിയ വിഷയത്തിൽ ആകൃഷ്ടനാകുന്നതും അതിൻ്റെ സദ്ഭാവത്തോട് ആനന്ദത്തെ ഇണക്കുന്നതും സഹജമാണ്. അതുതന്നെയാണ് വ്യവഹാരത്തെ സാധുവാക്കുന്നത്. എന്നാൽ പ്രതിഭാസത്തെ യാഥാർത്ഥ്യമെന്ന് തെറ്റിദ്ധരിച്ച് ചെയ്യുന്ന പ്രയത്നം അസാധുവായിത്തീരും എന്ന് ഓർമ്മിക്കുന്നത് നല്ലത്. ആനന്ദത്തെ എപ്പോഴും അതിൻ്റെ ധനാത്മകമായ ധ്രുവത്തിലല്ല നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഋണാത്മകമായ ധ്രുവത്തിലായിരിക്കുമ്പോൾ ആനന്ദം എന്ന് ഒന്നുള്ളതായി നാം അറിയുന്നില്ല. അനുപ്രസ്ഥതയിലുള്ള ആനന്ദ നിഷേധത്തെ നാം കടുത്ത ശാരീരിക ദണ്ഡമായോ മനോവ്യഥയായോ അറിയുന്നു. സോപാധികമായ ആനന്ദലബ്ധിയെ നാം ശാരീരികവും ഐന്ദ്രികവുമായ സുഖമായിട്ടോ മനോരഞ്ജനമായിട്ടോ അറിയുന്നു. ഉപരിതലമായ ആനന്ദപ്രാപ്തി ബോധസീമയിൽ അനുഭവമായാൽ അത് നിർവൃതി നൽകുന്നു. അത് നിരുപാധികമായിരിക്കുമ്പോൾ ആനന്ദം മാത്രമാണ് സത്യം. ഓ